ഒരു വർഷം മുമ്പായിരുന്നു ഷിഹാബ് ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താനും വൈഫും ഇപ്പം വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം. അതിനുശേഷം കുറേയധികം പേര് ചോദിച്ചതായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ വേർപിരിഞ്ഞത്, കാരണം കൂടി പറയണമെന്ന്. പക്ഷേ ആ സമയത്ത് ഷിഹാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾക്കത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതും കുട്ടി തൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പ്രാവശ്യം ഈ ഒരു പിരിഞ്ഞതിനെപ്പറ്റി ചോദിച്ചിട്ട് പോലും ഷിഹാബ് ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേയധികം വീഡിയോസൊക്കെ അതിന് ശേഷം ചെയ്യുമ്പോഴും കുറേയധികം പെൺകുട്ടികൾ ഒരുമിച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ അടുത്തതെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുമായിരുന്നു. ആ സമയത്തെല്ലാം ഷിഹാബ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അതിനുശേഷം കുറേ നാളുകളായിട്ട് ഒരു വർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ എല്ലാ വീഡിയോയിലും കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വർഷയുടെ മോളും ഈ ഒരു ഷിഹാബിൻ്റെ ഇവരുടെ കുട്ടിയൊക്കെ ഒരുമിച്ചുള്ള വീഡിയോസും ഈ ഒരു ഷിഹാബ് വർഷമായിട്ടൊക്കെ ഒരുമിച്ച് കുറേ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡൗട്ടായി ഇനി കല്യാണം കഴിക്കാൻ പോകണം, ഇഷ്ടത്തിലാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറേയധികം ചോദ്യങ്ങളായ സമയത്താണ് ഇപ്പം ഷിഹാബ് ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞാനും ആ ഒരു വർഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങളുടെ അയൽവാസികളാണ്, അടുത്തടുത്താണ്. അതുപോലെ തന്നെ എൻ്റെയും മോളും അവരുടെ മോളും ഒരുമിച്ചാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എന്ന നിലയിലാണ് ഉള്ളതല്ലാതെ ഒരിക്കലും മറ്റൊരു രീതിയിലൊന്നുമില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അവരെനിക്ക് ചോറ് വാരിത്തരി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരെ കല്യാണം കഴിക്കുന്നോ അങ്ങനെയൊന്നുമില്ല. അതേ കണക്ക് തന്നെയാണ് ഇപ്പോഴും. അവർ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരിക്കലും കല്യാണം കഴിക്കുക അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എന്നുള്ളൊരു കാര്യം കൂടി ഷിഹാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.